സോയ വൈറ്റ് സാലന അതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ലാത്ത കിടിലൻ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് ചപ്പാത്തി, പൊറോട്ട, പൂരി, ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് ആദ്യം തന്നെ വേണ്ടത് സോയാബീൻസാണ്. അപ്പോൾ ഞാൻ നല്ല തിളച്ച വെള്ളത്തിലിട്ട് കുറച്ച് നേരം ഇട്ട് വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാം. അതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 10-15 ചെറിയുള്ളി, ഒരു 3/4 കപ്പ് തേങ്ങ ചിരവിയത്, അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിന് ഒരു 5 പച്ചമുളക്, ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, 1 ടീസ്പൂണ് വലിയ ജീരകം, പിന്നെ ഒരു പീസ് പട്ട, 2 ഗ്രാമ്പു, 1 ടീസ്പൂണ് കസ്കസ, പിന്നെ ഇതിലേക്ക് ഒരു 5-6 അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് പൊട്ടുകടല, ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക്. ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സാലഡ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, അരപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുതിന ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. ഇനി ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ ചുടുവെള്ളത്തിലിട്ട് വെച്ച സോയാബീൻസും കൂടി അതിൻ്റെ വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും 1 മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഗ്രേവി വേണ്ടത് അതനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ഉപ്പുണ്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഒരു 2 വിസിൽ വരെ തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സാലഡ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സാലഡ് തയ്യാറായിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റിയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പം നമുക്കിത് ചപ്പാത്തി, പൊറോട്ട, പിന്നെ അതുപോലെ തന്നെ പൂരിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.